ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ മത്സരം നടക്കുന്നത് നമ്മുടെ വയനാടാണ്. അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, CPIക്ക് വേണ്ടി ആനി രാജ മത്സരിക്കുന്നു. അപ്പോൾ BJP സ്ഥാനാർത്ഥിയായി കരുത്തുറ്റ ഒരാളെ കൊണ്ടുവരണം എന്നുള്ളത് BJPയുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് പലതരത്തിലുള്ള ദേശീയ നേതാക്കളെ തന്നെ കളത്തിലിറക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ആരും വയനാടിട്ട് വരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെ തന്നെ BDJSൽ നിന്ന് സീറ്റ് വാങ്ങിവെച്ച് BJP തന്നെ അവിടെ മത്സരിക്കണം എന്ന കാര്യം നേരത്തെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കരുത്തരായ നേതാക്കളെ തപ്പിപ്പോയ മോദിക്കും അമിത്ഷായ്ക്കും മുന്നിൽ ഏറ്റവും ഒടുവിൽ വന്ന ഒരൊറ്റ പേര്, അത് K. സുരേന്ദ്രൻ്റെതായിരുന്നു. K. സുരേന്ദ്രന്റെ പേര് കേട്ടപ്പോൾ തന്നെ മോദിജി ഒന്ന് കിടുങ്ങി എന്നാണ് കേൾക്കുന്നത്. കാരണം വയനാട് K. സുരേന്ദ്രനെ പോലെ അല്ലാതെ മറ്റൊരു BJP സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വയനാട് മത്സരിക്കുന്നതിന് K. സുരേന്ദ്രൻ ഒരു കലക്കൻ ഓഫറാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മോദിജി. അത് മറ്റൊന്നുമല്ല, ഒരു കേന്ദ്ര മന്ത്രി സ്ഥാനമാണ്. ആ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ വയനാട് തോൽപ്പിച്ച് വരണം. അതുകൊണ്ട് വിജയിച്ചു വരൂ മകനെ എന്ന് പറഞ്ഞാണ് മോദി ഇപ്പോൾ K. സുരേന്ദ്രനെ വയനാട് മത്സരിക്കാൻ വേണ്ടി അയച്ചിരിക്കുന്നത്. എന്തായാലും അവിടെ ആനി രാജയെ പോലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു നേതാവിനെ, പാർലമെന്റിൽ പോയി പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെയാണോ വേണ്ടത്? ഒപ്പം രാഹുൽ ഗാന്ധിയെ പോലെ ജയിച്ചു പോയാലും തിരിഞ്ഞു നോക്കില്ല, പാർലമെന്റിൽ വാതുറക്കില്ല എന്ന് പറയുന്ന ഒരു നേതാവിനെയാണോ വേണ്ടത്? അതോ ഒരു കേന്ദ്രമന്ത്രിയാണോ വേണ്ടത് എന്നതാണ് ഇപ്പോൾ വയനാടുകാരുടെ ചർച്ചാ വിഷയം. അങ്ങനെ ഈ കേന്ദ്രമന്ത്രി പദം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് K. സുരേന്ദ്രൻ ഇപ്പോൾ വയനാട്ടിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി എങ്ങനെ ജയിക്കും എന്ന ചോദ്യം മാത്രമേ K. സുരേന്ദ്രന്റെ മുന്നിലുള്ളൂ. കാരണം കേന്ദ്രമന്ത്രി പദവും കേട്ട് ചാടിക്കളിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും വയനാട്ടിൽ ജയിക്കുക എന്നുള്ളത് K. സുരേന്ദ്രനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് വസ്തുത. മാത്രമല്ല, ഇപ്പോൾ വയനാട്ടിലെ മത്സരം എന്ന് പറയുന്നത് ബോണ്ടയും ഉള്ളിക്കറിയും തമ്മിലാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചർച്ച. ഈ ബോണ്ട ആരാണെന്നും ഉള്ളിക്കറി ആരാണെന്നും ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി കണക്കുകൾ വെച്ച് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിങ്ങനെയാണ്: രാഹുൽ ഗാന്ധി 7,06,367 വോട്ടുകൾക്കാണ് അവിടെ നിന്ന് ജയിച്ചത്. രണ്ടാം സ്ഥാനത്തെത്ത PP സുനീർ, അദ്ദേഹത്തിന് 2,74,597 വോട്ടുകളാണ് അവിടെ ലഭിച്ചത്. മൂന്നാമതെത്തിയ തുഷാർ വെള്ളാപ്പള്ളിയാണ്. 78,816 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ അവിടെ നിന്ന് രാഹുൽ ഗാന്ധിയാണ് ജയിച്ചതെന്നറിയാം. അപ്പോൾ ആ മണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ K. സുരേന്ദ്രൻ എത്തുന്നത്. അതും കേന്ദ്രമന്ത്രി പദവി ലഭിക്കുമെന്ന് 100% ഉറപ്പ് കൊടുത്തിട്ടുണ്ട് മോദിയും അമിത്ഷായും എന്നുള്ള പേരാണ് വരുന്നത്. എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ അത് K. സുരേന്ദ്രന്റെ തടയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി പകരം അവിടെ ശോഭാ സുരേന്ദ്രനെ ഇരുത്താനുള്ള ശ്രമങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വയനാട് സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പിന്നിലും അങ്ങനെ തന്നെയാണ്. അവിടെ ആനി രാജയോടും രാഹുൽ ഗാന്ധിയോടും ഏറ്റുമുട്ടി ജയിക്കാൻ കഴിയില്ല എന്ന ബോധ്യം K. സുരേന്ദ്രൻ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വന്നപ്പോൾ തന്നെ അതിനെ എതിർത്തുകൊണ്ട് K. സുരേന്ദ്രൻ രംഗത്ത് വന്നെങ്കിൽ പോലും മോദി ഒരൊറ്റ വാക്കേ പറഞ്ഞോളൂ: കേന്ദ്രമന്ത്രി സ്ഥാനം വേണമെങ്കിൽ പോയി ജയിച്ചിട്ട് വരൂ, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞതോടുകൂടി K. സുരേന്ദ്രന്റെ മനസ്സ് മാറി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കേന്ദ്രമന്ത്രിസ്ഥാനം കണ്ടുകൊണ്ട് അവിടെ പോകാൻ ശ്രമിക്കുന്ന K. സുരേന്ദ്രനെ ചില കണക്കുകൾ കൂടി ഒന്ന് ഓർപ്പിക്കണം. അത് വേറൊന്നുമല്ല, കഴിഞ്ഞ തവണ അവിടെ BJPക്ക് ലഭിച്ച വോട്ടുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച വോട്ടുകൾ, ഈ പറയുന്ന വയനാട് മണ്ഡലം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, അവിടെ BJPക്ക് ലഭിച്ച വോട്ടുകൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് മാനന്തവാടിയിൽ 13,142 വോട്ടുകളാണ്. ബത്തേരിയിൽ എത്തിയപ്പോൾ അത് 15,198 കുറഞ്ഞു. കൽപ്പറ്റയിൽ അത് 14,113 കുറഞ്ഞു. പിന്നെ തിരുവമ്പാടി എത്തുമ്പോൾ അത് 7,794 പിന്നെ ഏറനാട് എത്തുമ്പോൾ അത് 6,683 എത്തി. നിലമ്പൂരിൽ അത് 8,595 വണ്ടൂർ എത്തിയപ്പോൾ അത് 7,057 അങ്ങനെ 72,582 വോട്ടുകളാണ് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വയനാട് മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ NDAക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ കൂടെ ഒരു 50,000 വോട്ട് കൂടി അധികം വെക്കാം. അല്ലെങ്കിൽ ഇനി വെള്ളാപ്പള്ളിക്ക്, അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയ 78,000 വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അതിനൊപ്പം ഒരു 50,000 വോട്ടുകൾ കൂടി മുന്നോട്ട് വെച്ചാൽ പോലും രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ എത്തിയ CPIയുടെ സ്ഥാനാർത്ഥി PP സുനീറിന്റെ അതുപോലും വരില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ PP സുനീറിന് കടുത്ത മത്സരമാണ് വയനാട് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അവിടെ 2,74,597 വോട്ടുകൾ അദ്ദേഹത്തിന് അവിടെ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എങ്ങനെ കൂട്ടിയാലും 1,50,000 വോട്ട് വയനാട് കിട്ടില്ല എന്നുറപ്പായിട്ടും
പിന്നീട് എന്തിനാണ് കെ സുരേന്ദ്രനെ കെട്ടും കെട്ടി അങ്ങോട്ട് അയച്ചത്? അത് തോൽക്കാനാണോ, അതോ നാണം കെടുത്തി വിടാനാണോ, അതോ ഇനി ഇതിന്റെ പേരും പറഞ്ഞ് അധ്യക്ഷ സ്ഥാനത്ത് തെറിപ്പിക്കാനാണോ എന്നറിയില്ല. എന്നാൽ എന്തായാലും അവിടെ പോയി മത്സരിച്ച് ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനം ഉണ്ടാക്കാം എന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ കെ സുരേന്ദ്രന്റെ മനസ്സിലുണ്ട്. അതാണ് അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കേന്ദ്രമന്ത്രി പദം എന്ന് ഉദ്ദേശിക്കുന്നത് അത് രണ്ടുപേരെ മുൻനിർത്തിയാണെന്ന് പറയേണ്ടി വരും. ഒന്ന്, വി മുരളീധരന്റെ കേന്ദ്രമന്ത്രി പദം ഇപ്പോൾ ഒഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആകുന്നുള്ളൂ. മാത്രമല്ല നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ അതിൽ പിന്നെ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും ഒരു സാധ്യതയുമില്ല. അവർ രണ്ടുപേരും മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. ഒരാൾ ഓൾറെഡി പോയി, ഇനി മറ്റൊരാൾ ഇനി പുറത്തേക്ക് വരേണ്ടി വരും എന്ന കാര്യം സംശയമില്ല. കഴിഞ്ഞ തവണ അവിടെ നിന്ന് ജയിച്ചു പോയിട്ട് വയനാടിന്റെ പ്രശ്നങ്ങളിൽ ഒരു വാക്ക് പോലും മിണ്ടാത്തയാളാണ് രാഹുൽ ഗാന്ധി. ഇനി കെ സുരേന്ദ്രൻ ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ, വയനാട് ജയിക്കില്ലെന്ന് ഉറപ്പാണ്, ഇനി ജയിച്ചു പോയാൽ പോലും അവിടെ മോദിയാണ് ഭരിക്കുന്നതെങ്കിൽ വയനാട്ടിലെ കാര്യങ്ങളൊന്നും മിണ്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. അവിടെ ശബ്ദമാകാൻ സാധ്യതയുള്ളത് CPI സ്ഥാനാർത്ഥി ആനി രാജ മാത്രമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ദേശീയ തലത്തിൽ പോലും BJP എതിർത്ത് സംസാരിക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരു നേതാവ് കൂടിയാണ് ആനി രാജ. അങ്ങനെ ആനി രാജ ജയിക്കുകയാണെങ്കിൽ അത് പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വയനാടിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയല്ല നമുക്ക് വേണ്ടത്, പകരം വയനാടിന്റെ ശബ്ദമാകാൻ കഴിയുന്ന ഒരാളാണ് വേണ്ടത്. അതിന് വയനാട്ടിലെ ജനം ആനി രാജയെ തെരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.